എക്സൈസിന്റെ ചെക്കിങ്ങിൽ ഭരിക്കണ പാർട്ടിയിലെ ഒരു യുവ നേതാവിനെ കഞ്ചാവ് കേസിൽ പോലീസ് പിടികൂടിയെന്നു. ഭരിക്കണ പാർട്ടിയിലെ മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കണ പാർട്ടിയിലെ 2-3 കൂടെ അകത്തായിട്ടുണ്ട്. പിന്നെ ഇവനൊക്കെ പാർട്ടിക്കാരന്മാരായതുകൊണ്ട് തന്നെ എത്ര കാലം ജയിലിൽ കിടക്കുമെന്ന് കണ്ടു എന്നത്. അണ്ണ ഇവന്മാരെ പോലുള്ളവരെ ജയിലിൽ കൊണ്ടിട്ട് തീറ്റി പോയിട്ട് എന്ത് ചെയ്യാനണ്ണ? അണ്ണ വിദേശ രാജ്യങ്ങളിലെ പോലെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന്. എട്ടും പൊട്ടും തിരിയാത്ത ഈ സ്കൂൾ പിള്ളേരുടെ ജീവിതങ്ങളല്ലേ ഈ കഞ്ചാവും പൊടിയൊക്കെ കൊടുത്ത് ഈ പന്ന പരീക്ഷകൾ ഇല്ലാതാക്കണം. കഞ്ചാവ് മാത്രമല്ല ഇവന്മാർ സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കണത്, മാരകമായ MD DVD പിന്നെ ശാന്തം ഉണ്ടാക്കി എന്തിനോ പൊടികളും കൂടെ കൊടുക്കണമെന്ന്. MD DVD അല്ലടാ, MDMA പിന്നെ സിന്തറ്റിക് പൊടികൾ. ഇതൊക്കെ ഉപയോഗിക്കണ പിള്ളേര് പിശാചുക്കളെ പോലെ പെരുമാറുമെന്നാണ് പറഞ്ഞത്. അപ്പന്റെ കഴുത്തിൽ കത്തി വയ്ക്കണതും അമ്മയുടെ തലയ്ക്ക് ചുറ്റിക്കൊണ്ട് അടിക്കുന്നതും ഇതൊക്കെ വാങ്ങിച്ച് അടിച്ചുകൊണ്ട് തന്നെ അണ്ണ സ്വബോധമുള്ള ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ ചെയ്യുമെന്ന. ഇത് ഈ സ്കൂൾ പിള്ളേർ മാത്രമല്ല ഇതിന്റെ അടിമകള്. ഇപ്പോൾ ഉള്ള ഈ ചില ഡോക്ടർമാരും ചില സിനിമാ നടിമാരും ഒക്കെ ഇതിന്റെ ഭയങ്കര അടിമകളാണെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത്. ഡോക്ടർമാരൊക്കെ ഇതിന് അടിമകളാണെങ്കിൽ ചുമ്മാ ആശുപത്രിയിൽ മരുന്ന് മാറി കുത്തിവയ്ക്കണ കേസുകൾ ഒരുപാട് ഉണ്ടാവണം. ഡോക്ടർമാരുടെ കാര്യം പോട്ട്, ചില സിനിമാ നടന്മാർക്ക് ഇത് കുത്തി വെച്ചാൽ മാത്രമേ നല്ല അഭിനയം വരുള്ളൂ എന്നാണ് പറയണം. അണ്ണ അതൊക്കെ ചുമ്മാ പറയണം. ഇവിടെ ഇതൊന്നും ഇല്ലായിരുന്ന കാലത്തെ അഭിനയ ചക്രവർത്തി സത്യമാഷ് ഇതൊക്കെ കുത്തി കയറ്റി വെച്ചിട്ടാണ് അഭിനയിച്ചത്. അല്ല അങ്ങനെ വല്ല ഇന്ന് മലയാള സിനിമയിൽ ആരെങ്കിലും ഉണ്ടാ? എന്തിനായാലും ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടേ. അതൊക്കെ കൊണ്ടാണല്ലോ ഇതൊക്കെ അടിച്ചാലേ അഭിനയം വരുള്ളൂ എന്ന് പറയണതും ഇതൊക്കെ കുത്തി വെച്ചുകൊണ്ട് തള്ളേരെ തന്തേരെയൊക്കെ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്നത്. പെണ്ണുമ്പിള്ള പേടിച്ച് വല്ലപ്പോഴും 2 പെഗ് അടിക്കുന്നതിന് വളരെ പാടുപെട്ടാണ്. ഈ നാട്ടിൽ ഇത്രയും പോലീസും എക്സൈസൊക്കെ ഉള്ളപ്പോൾ യവന്മാർ ഇതൊക്കെ എങ്ങനെയാണ് കടത്തണമെന്ന് വിൽക്കണമൊക്കെ? ഇത് വിൽക്കാനും വാങ്ങിക്കാനും ആഗ്രഹമുള്ളവന് ഇതൊക്കെ ഈസി ആയിട്ട് ഇപ്പോഴത്തെ കാലത്ത് നടക്കും. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ ഗ്രൂപ്പുകളൊക്കെ ഇതിനൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. നമ്മളെ മേച്ചിരിമാരും കൺട്രാക്കുമാരുള്ള ഗ്രൂപ്പിൽ പണിയുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു മെസ്സേജ് ഇട്ടിട്ട് ഇതുവരേക്കും ആരും ഒരു മറുപടി തന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നേ കാര്യങ്ങൾ എളുപ്പം നടന്നല്ലേ അണ്ണ? നിനക്കൊരു കാര്യമാണ്, ഈ പിള്ളേരെയൊക്കെ യുവമാരെ ആകർഷിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ മുട്ടായിൽ ഈ സാധനം കലർത്തി കൊടുത്തിട്ടാണ് പിള്ളേരെ അടിമയാക്കുന്നത്. യുവാക്കളെ ആണെങ്കിൽ ഇതിൽ വീഡിയോസ് കണ്ടില്ല. നമ്മളൊക്കെ മക്കളെ എങ്ങനെ വിശ്വസിച്ച് സ്കൂളിൽ വിടും? ഈ പോലീസുകാരൊക്കെ ഇവിടെ എന്തിനാ പണി? ഇവർക്ക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയി കാണാമായിരുന്നു. ഇപ്പൊ ഇത്തിരി സ്ട്രോങ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കുത്തിക്കയറ്റി പോലീസുകാരന്മാരെ വരെ കൈവയ്ക്കാൻ തുടങ്ങിയപ്പോ സ്ട്രോങ് ആയി തുടങ്ങി. ഇപ്പൊ റെയ്ഡൊക്കെ നടത്തി കുറെ എണ്ണത്തിന്റെ ഓടിച്ചിട്ട് പിടികൂടുന്നു. നമ്മളെ നാട്ടില് ഒരു ആവേശത്തെ പുറത്ത് റെയ്ഡൊന്നും കുടച്ചക്കുറമെന്ന് പറഞ്ഞ് കുറെ ഷോകളൊന്നും കാണിക്കും. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ഇതെല്ലാം പഴയ പടി തന്നെ അണ്ണാ. ആ പറഞ്ഞത് ശരിയല്ലേ, ഒന്നും നമ്മുടെ നാട്ടിൽ മുഴുവിപ്പിക്കൂല. ഈ ആമഴഞ്ഞ നോട്ടിൽ ആരെങ്കിലും മരിക്കണവരെയോ നമ്മുടെ നാട്ടിൽ വലിയ മഴ പെയ്യണവരെ മാത്രമാണ് ഈ ഷോയൊക്കെ. അത് കഴിയുമ്പോൾ വീണ്ടും പഴയ വഴി തന്നെ, ഒന്നും മുഴുവിപ്പിക്കില്ല. ആമേഞ്ഞൻ തോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജോയ് എന്ന ചെറുപ്പക്കാരൻ ആ തോട്ടിൽ വീണപ്പോ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. മാലിന്യം നീക്കം ചെയ്യണു, മാലിന്യം കൊണ്ട് തള്ളണു, എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? തോട്ടിന്റെ കാര്യം ആറ്റിന്റെ കാര്യം റോഡിൽ മൊത്തം മാലിന്യം കുന്നുപോയി കിടക്കല്ലേ. അതിനിടെ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ മാത്രം ഒന്നും മുഴുവൻ മൊത്തം തേർത്തി തന്നെയാണ്.